സാന്ദ്ര തോമസിനെതിരെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരായ സാന്ദ്രയുടെ പ്രതിഷേധം ഷോ എന്ന് ലിസ്റ്റിൻ. ആദ്യം പർദ്ദ ധരിച്ചെത്തിയ സാന്ദ്രയ്ക്ക് രണ്ടാമതെത്തിയപ്പോൾ പർദ്ദ കിട്ടിയില്ലേ എന്നും പരിഹാസം. സ്ത്രീ ആയതുകൊണ്ടാണ് താൻ ആദ്യം പ്രതികരിക്കാതിരുന്നതെന്നും എല്ലാം നുണയാണ് എന്ന് തെളിയിക്കാനാണ് സാന്ദ്രയുടെ പഴയ വീഡിയോ താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതെന്നും ലിസ്റ്റിൻ പറഞ്ഞു. നമ്മളോട് പലരും ഇപ്പം പറയുമ്പോൾ നമ്മളാരും പ്രതികരിക്കാത്തത് എന്താണ്? സ്ത്രീയാണെന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ടാണ് പ്രതികരിക്കാത്തത്. അല്ലാണ്ട് ഞങ്ങൾക്കാർക്കും സംസാരിക്കാനായിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ടിട്ടല്ല സംസാരിക്കാത്തത്. സ്ത്രീയാണ് അല്ല പറയണ്ട. എൻ്റെ വീട്ടിൽ പറയുമ്പോൾ ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, ഫ്രണ്ട്സ് പറയുന്ന ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, അയ്യോ ആ പോസ്റ്റ് ഇടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇത് കേട്ട് മടുത്തു. പക്ഷെ ഇതെന്താന്ന് ചോദിച്ചാൽ ഇത് നുണയാണ്. എല്ലാം ഒന്നല്ല രണ്ടല്ല 3 കാര്യങ്ങൾ നുണയാന്നല്ല, എല്ലാം നുണയാണ് എന്ന് തെളിയിക്കേണ്ടത് എന്റെയും കൂടെ പേഴ്സണൽ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞാൻ തെളിയിക്കും. പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത്. പുള്ളിക്കാരി പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ. പർദ്ദ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ? എന്താണ് പറ്റിയത്? കൂടുതൽ വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന, നിർമ്മാതാക്കൾ തമ്മിലുള്ള പോര് മുറുകുകയാണോ? ചില ഹിറ്റ് സിനിമകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നുള്ള സാന്ദ്ര തോമസിന്റെ ഒരു വിമർശനമായിരുന്നല്ലോ ഈ ഒരു വലിയ വാക്പോരിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ നിലവിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇതിന് നൽകുന്ന മറുപടി എങ്ങനെയാണ്? രോഹിണി, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസ്, നിർമ്മാതാവ് കൂടിയായ സാന്ദ്ര തോമസ് ഉന്നയിച്ച ചില ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഇത്തവണ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ. ഒപ്പം തന്നെ നിർമ്മാതാവുമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. അദ്ദേഹം പറയുന്നത് സാന്ദ്ര തോമസ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളെല്ലാം തന്നെ നുണയാണ്. അത് വെറും ഒരു ഷോ മാത്രമാണ് സാന്ദ്ര തോമസ് അവിടെ കാഴ്ചവെച്ചത്. അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രകടന പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോൾ സാന്ദ്ര തോമസ് പർദ്ദ ധരിച്ചാണ് എത്തിയത്. ഇത്തരത്തിൽ പർദ്ദ ധരിച്ചത് ഈ നിലവിലുള്ള ചില ഭാരവാഹികൾക്കെതിരെ ഉള്ള ഒരു പ്രതിഷേധമാണ് എന്ന രീതിയിലാണ് അന്ന് സാന്ദ്ര തോമസ് പറഞ്ഞതെങ്കിൽ പിന്നീട് സാന്ദ്ര തോമസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെത്തിയപ്പോഴൊന്നും പർദ്ദ ധരിച്ചിരുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് പിന്നീട് പർദ്ദ ധരിക്കാതെ വന്നത്? അപ്പോൾ അത് വെറും ഒരു ഷോയാണെന്ന ഒരു വാദമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇത്തരത്തിൽ സാന്ദ്ര പറയുന്നതെല്ലാം, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ സാന്ദ്ര പറയുന്നതെല്ലാം നുണയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത തനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ പുറത്തേക്ക് വെക്കേണ്ടി വന്നതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു. അതായത് നേരത്തെ സാന്ദ്ര തോമസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുള്ളവരാണ് സഹായിച്ചതെന്ന് സാന്ദ്ര തുറന്നു പറയുന്ന ഒരു വീഡിയോയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പങ്കുവച്ചത്. അത് തനിക്ക് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് താൻ ആദ്യം പ്രതികരിക്കുന്നത്, എന്നാൽ ഇതെല്ലാം നുണയാണെന്ന് ബോധ്യപ്പെടുത്താൻ തനിക്ക് പ്രതികരിക്കേണ്ടി വന്നു എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പോൾ പറയുന്നത്. ആവശ്യമില്ലാതെ നടൻ മമ്മൂട്ടിയെ ഇതിലേക്ക് വലിച്ചിഴച്ചു. മമ്മൂട്ടി സാന്ദ്രയുടെ ചില സിനിമകളിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞു. പലരും പല സിനിമകളിൽ നിന്ന് പിന്മാറാറുണ്ട്. അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു മമ്മൂട്ടി ഇതിലേക്ക് വലിച്ചിഴച്ചത്. എന്തായാലും ബൈലോ പ്രകാരമാണ് സാന്ദ്രയെ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയത്. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ല, മറിച്ച് ബൈലോയിലുള്ള നിയമപ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ സാന്ദ്ര തോമസിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയത്. കാരണം 2 സിനിമകളുടെ സെൻസർഷിപ്പ് മാത്രമാണ് സാന്ദ്ര തോമസിൻ്റെ പേരിലുള്ളത്. 3 സിനിമകളെങ്കിലും മിനിമം സാന്ദ്ര തോമസിൻ്റെ പേരിൽ ഉണ്ടായിരിക്കണം. സാന്ദ്ര പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ ഉണ്ടായിരിക്കണം. പേര് ഉണ്ടായിട്ട് കാര്യമില്ല. സാന്ദ്ര പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ 3 ചിത്രങ്ങൾ പുറത്തിറങ്ങിയാൽ മാത്രമേ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതുപോലെ നിർണായകമായ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കാരണം കൊണ്ടാണ്, അത് ബൈലോ പ്രകാരമാണ് അത്തരത്തിലൊരു നടപടി എടുക്കേണ്ടി വന്നത്. കോടതി ഉത്തരവ് സാന്ദ്രയ്ക്ക് അനുകൂലമാണെങ്കിൽ സാന്ദ്ര മത്സരിക്കട്ടെ, തങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കിയത്. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നുണയാണെന്ന നിലപാടിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഉള്ളത്. വിവരങ്ങൾ നൽകിയത്.